എന്തേ ഉറക്കം വരുന്നുണ്ടോ? പുറത്ത് നല്ല നിലാവ്, നല്ല തണുത്ത കാറ്റ്. ജനലടയ്ക്കണോ? അയ്യോ, ഞാനൊരു കാര്യം പറയാൻ മറന്നു. എന്താ? നമ്മൾ അവിടെ ചെന്ന് താമസം തുടങ്ങിയ മിൽക്ക് ബൂത്തിൽ പാൽ ഏൽപ്പിക്കണ്ടേ? വേറൊന്നും നീ മറന്നിട്ടില്ല അല്ലേ? La 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 മനസ്സു നീ കണ്ടുവാ മിഴിയിലെന്തേ മിന്നി കന്നി മോഹതുഷാരം മൊഴികളെന്തേ കുഞ്ചി വെണ്ണിലാവിൻ ഗീതം മണിയറ തെന്നലി മനസ്സു നീ കണ്ടുവോ മിഴിയിലെന്തേ മിന്നി കന്നി മോഹതുഷാരം മന്ദഹാസം തൂകി നമ്മെ എതിരേൽക്കവേ താരം കണ്ണു ചിമ്മി വന്നു നിന്നു കിളിവാതിലിൽ ഹൃദയ ചാരുതയേതോ സുഖതരംഗലയം നെടുവീട്ടിൽ വീണലിയും പോൽ ഉലകം പകരും യാമം മൗനം തിളി നീർത്തി തന്നതോരോ മഴവില്ലുകൾ മാറി സപ്തരാഗം നീട്ടുമോരോ മണിവീണകൾ മൗനം തിളി നീർത്തി തന്നതോരോ മഴവില്ലുകൾ മാറി സപ്തരാഗം നീട്ടുമാരോ മണിവീണകൾ പ്രണയമലരുകളിൽ ഏതോ ശലഭമിഥുനങ്ങൾ ഇതളോരോന്നും തഴുകും തേനുകരും സുരഭിയാമം മിഴിയിലെന്തേ മിന്നി കന്നി മോഹതുഷാരം മൊഴികളെന്തേ കുഞ്ചി വെണ്ണിലാവിൻ ഗീതം മണിയറ തെന്നലി
ജാനകി, ദേ വധൂവരന്മാര് വരണ്ട്. എവിടെ? അവരിന്ന് വരണമല്ലോ എന്ന് ഞാൻ ഇപ്പൊ വിചാരിച്ചതേ ഉള്ളൂ. അയ്യേ, വരൂ വരൂ. കല്യാണമൊക്കെ കേമായിരുന്നു കുട്ടിയെ. തന്റെ ക്ഷണക്കത്ത് കിട്ടിയിരുന്നു. കല്യാണം കഴിഞ്ഞ് ഒരു ദിവസം പോലും നാട്ടിൽ നിൽക്കാൻ പറ്റില്ല അല്ലേ? വീട് എവിടെ ശരിയായിരിക്കുന്ന രാമേട്ട? കരിയുമ്പോൾ താക്കോല് വന്നോ? ഈ പറഞ്ഞു വെച്ചിരുന്ന വീട് കിട്ടിയില്ല. അവിടെ താമസിക്കുന്ന ആൾക്കാർ ഒഴിഞ്ഞില്ല അത്രേ. അയാൾക്ക് റിട്ടയർമെന്റിന്റെ കാലാവധി 2 കൊല്ലം കൂടെ നീട്ടി കിട്ടിയിരുന്നു. പിന്നെ വീട് ഒഴിഞ്ഞ പ്രശ്നമില്ലല്ലോ. അപ്പൊ പിന്നെ 1-2 ആഴ്ചക്കകം ശരിയാക്കാന്നും പറഞ്ഞ കരിയുമ്പായി പോയിരിക്കുന്നത്. വീട്ടിലേക്ക് മാറാന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ വന്നത്. പെട്ടിയ സാധനങ്ങളൊക്കെ ടാക്സി തന്നെ വെച്ചിരിക്കുക. അതൊക്കെ ഇങ്ങോട്ട് എടുത്തോളൂ വിഷ്ണു. വീട് കിട്ടുന്നവര് നിങ്ങക്ക് ഇവിടെ താമസിക്കാം. സൗകര്യം ഇത്തിരി കുറവാന്നേ ഉള്ളൂ. എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാടോ. വേണ്ട രാമേട്ട, കുറച്ചു ദിവസം പ്രശ്നമല്ലേ ഉള്ളൂ. അരുന്നത് ഹോസ്റ്റലിലേക്ക് പൊക്കോളൂ. ഞാൻ ലോഡ്ജിൽ തന്നെ കൂടിയാൽ മതിയല്ലോ. എന്നാലും കല്യാണം കഴിഞ്ഞ് പുതുമോടിയോടെ വന്നിട്ട് അത് സാരില്ല ചേച്ചി. ഹായ്. ഹായ്. വരൂ വരൂ. ഇത് പരിചയപ്പെടുത്തൽ വേണ്ട മിസ് അരുന്ധതി. ഓ സോറി മിസ്സസ് അരുന്ധതി. നല്ല കാര്യങ്ങൾ കാണുന്നത് തന്നെ ആനന്ദകരമാണ്. അകത്തേക്ക് വരൂ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ദൈവത്തിനോട് നന്ദി പറയൂ കുട്ടികളെ. വിഷ് യു എ വെരി ഹാപ്പി സക്സസ്ഫുൾ മാരീഡ് ലൈഫ്. ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യന് വേർപിരിക്കാൻ അവകാശമില്ല. ഞാൻ ഇന്നും ഓർക്കുന്നു, വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ ആദ്യമായി ഈ വീട്ടിലേക്ക് താമസം മാറി വന്ന ദിവസം. അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് ഞാൻ ഇത് ഹോസ്റ്റലാക്കിയത്. സ്നേഹിക്കുന്ന 2 ആത്മാക്കൾ സ്വർഗതുല്യമായ ഒരു ഷെൽട്ടറിൽ ഒത്തുചേരുമ്പോൾ എന്താ സംഭവിക്കുക? മാഡം, നക്ഷത്രങ്ങൾ വിളക്കുകൾ കൊളുത്തി കാവലിരിക്കും. മാലാകമാർ പുഷ്പങ്ങൾ കൊണ്ട് അവരെ മൂടും. എവിടെയാണ് താമസിക്കാൻ നിങ്ങൾക്ക് വീട് കിട്ടിയിരിക്കുന്നത്? അരുന്ധതിയുടെ കിടക്കയും മറ്റു സാധനങ്ങളും ഞാൻ പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മാഡം, തൽക്കാലം അരുന്നത് എന്നോട് വരുന്നില്ല. അതെന്താ? വീട് ഇതുവരെ ശരിയായിട്ടില്ല. 1-2 ആഴ്ചയാവും. അതുവരെ അരുന്നത് ഇവിടെ തന്നെ താമസിക്കാൻ പോവാ. ഞാൻ ഇറങ്ങട്ടെ അരുന്നത്. ഓഫീസിൽ പോണ്ടതാ. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇവിടെ വെക്കണോ വേണ്ട ഞാൻ ലോഡ്ജിൽ വെച്ചേക്കാം. പോട്ടെ, ഞാൻ ഓഫീസിലേക്ക് വിളിക്കാം. നിനക്കിവിടെ അസൗകര്യമൊന്നുമില്ലല്ലോ? ഹോസ്റ്റലിൽ നിലവിലുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ നിർവാഹമില്ല മിസ്റ്റർ വിഷ്ണു. പൊയ്ക്കോളൂ, സമാധാനാച്ച പൊയ്ക്കോളൂ. അരുന്ധതി ഇവിടെ തന്നെ ഉണ്ടാവും. ഗോഡ് ബ്ലസ് യു. എന്നാൽ ഇതുപോലൊരു ലോക ട്രാജഡി ഗിന്നസ് ബുക്കിലും കൂടെ കാണൂല. മുഹൂർത്തം എല്ലാം കുഴപ്പിച്ചത്. ശരിക്കൊന്ന് കയ്യിൽ കിട്ടിയത് പോലില്ല ഇതുവരെ. എന്നാ പിന്നെ ഒരു ഫസ്റ്റ് ക്ലാസ് കൂപ്പ ബുക്ക് ചെയ്തിട്ട് പോരായിരുന്നില്ലേ? അതെങ്ങനെയാ? ട്രെയിനിൽ വെച്ചാ എല്ലാം ആലോചിക്കുന്നത് തന്നെ. ആ നേരത്തെ പിന്നെ എന്ത് ചെയ്യാനാ? അമ്മായി നമ്മുടെ വകയായിരിക്കും ഈ ഐറ്റംസ്. വീടായിട്ട് താമസം മാറാണെന്ന് പറഞ്ഞ് തന്നേച്ചാ. മാങ്ങാച്ചാറ്, കരോലപ്പം, അരിമുറുക്ക്, ഏത്തക്ക ഉപ്പേരി. ഇനിയൊക്കെ കേടാവും. ഇതൊന്നും കേടാവാതെ നിന്ന് നിൽക്കുന്ന കാര്യം ഞാൻ ഏറ്റു. വേണ്ട വേണ്ട, തിന്നോ. നിനക്കതൊന്നും ഇപ്പൊ ചങ്ങീന്ന് ഇറങ്ങൂലെന്ന് എനിക്കറിയാം. കരിയുമ്പായി വീടിന്റെ കാര്യം എന്ത് പറഞ്ഞു? 2 ആഴ്ചക്കുള്ളിൽ ശരിയാക്കാന്നാ പറഞ്ഞു. അപ്പൊ ഈ 2 ആഴ്ച ഹോസ്റ്റലിൽ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഷട്ടിലടിക്കുന്നു? അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ? മൂഡ് ഓഫ് ആവൊന്നും വേണ്ട. 2 ആഴ്ചത്തെ പ്രശ്നമല്ലേ ഉള്ളൂ. അയ്യോ, ഓഫീസിൽ പോകാൻ സമയമായി. അല്ല, നീ പോണില്ലേ ഇന്ന്? പിന്നെ അതിനെല്ലാം ഇന്ന് തന്നെ കെട്ടിയെടുത്ത്. അപ്പൊ നമുക്ക് വൈകിട്ട് കാണാം. ഞാൻ പോട്ടെ. കല്യാണം കഴിഞ്ഞ് എത്ര പെട്ടെന്ന് എത്തിയോ? 1 മാസം ലീവ് എന്ന് പറഞ്ഞിട്ട്? ലീവ് ക്യാൻസൽ ചെയ്തു. എന്തു പറ്റി? ഒന്നുമില്ല. എക്സ്ക്യൂസ് മീ. യെസ്. മാഡം, എ കോൾ ഫോർ യു. ഹലോ. ഞാനാ. താനും ദീപം.
ഓഫീസിൽ ജോലി ചെയ്യുന്നു. എനിക്കൊരു മൂഡും ഇല്ലെന്നേ.